പണിയണുണ്ട് പാതയോർ തന്നെ, പക്ഷെ പണിയിടങ്ങളല്ല, നല്ല പടുകൂറ്റം ഫ്ലക്സുകൾ. കോടതി ഒന്നാന്തരായിട്ട് പറഞ്ഞതാണ് ഇമ്മാതിരി പരിപാടി റോഡിലും പൊതുസ്ഥലത്തൊന്നും വേണ്ടാന്ന്. ആര് കേൾക്കാനാണ്? പൊതുയോഗം വെച്ചു, റോട്ടില് സ്റ്റേജ് കെട്ടി പരിപാടി നടത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്ക് എന്ത് ഫ്ലക്സ്? കൈയടിച്ചു കൊടുക്കുന്നു. കോടതി നിർദ്ദേശിച്ചതിനനുസരിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരം ഫ്ലക്സുകൾ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ, അതും സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വക ഈ കലാപരിപാടി. എന്തും ആകാലോ, കാരണം ഇങ്ങനത്തെ പരിപാടികൾ നടത്താൻ വേണ്ടി കാറ് ഒരു സൈഡിൽ നിർത്തി നടന്ന് പോയിക്കൂടെയെന്ന് ചോദിച്ച പാർട്ടിക്കാരാണ് ഭരിക്കുന്നത്. ഇവരെല്ലാരും കൂടി കാറ് പോകേണ്ട കാര്യമില്ല, നടന്നു പോയപ്പോൾ. ഇനിയിപ്പോൾ ഇതാരെങ്കിലും ഒന്ന് ചോദിച്ചാലോ പറഞ്ഞാലോ, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാലോ, അപ്പോൾ ഐക്യദാർഢ്യമായി പ്രകടനമായി. പാട്ടും മുദ്രാവാക്യം ഉണ്ടെങ്കിൽ പിന്നെ എന്തും ആവാലോ. കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ സംഗതി നാട്ടിൽ മൊത്തം പാട്ടായി. സെക്രട്ടേറിയറ്റ് പരിസരത്ത് വിലക്ക് ലംഘിച്ച് കൂറ്റൻ ഫ്ലെക്സ് ബോർഡ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. വാർത്തയായി, ചർച്ചയായി, നാട്ടുകാർ ചോദിക്കാനും തുടങ്ങി. സഹിക്കൂല, കാരണം ഈ നിയമം എല്ലാവർക്കും ഒരേപോലെയാണല്ലോ. അതുകൊണ്ട് ഫ്ലക്സ് പൊളിച്ച് മാറ്റണില്ലേ എന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്? കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? സംഗതി ആരൊന്നും മിണ്ടിയില്ലെങ്കിൽ കുറച്ചു ദിവസം അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലല്ലേ, ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാ പൊളിക്കണില്ലാന്നോ? എന്നല്ല, പൊളിക്കണം. അതിപ്പോ എങ്ങനെ വേണമെന്നാണ്. അല്ല, വേറെ സജഷൻസ് അല്ലാണ്ട് പറയാം. സജഷൻസ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ അവസാനം മെല്ലെ വന്ന് ചിരിച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെയും ജോയി ഏട്ടൻ്റെ ഒക്കെ ഫ്ലക്സ് പൊളിച്ചു മാറ്റാൻ തുടങ്ങി. ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്നാങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്യ് ജോസഫ്. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. നമുക്ക് എത്രയും വേഗം ഇവനെ കോമ്പൗണ്ട് വെളിയിൽ എത്തിക്കണം. ഓ, പിണറായിൻ്റെ ഫ്ലക്സ് മടക്കി ചുരുട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടാൽ സഖാക്കൾക്ക് സഹിക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നിയമം പാലിക്കണ്ടേ? നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? പക്ഷെ സഖാക്കൾ പ്രശ്നമാക്കണ്ട. റോട്ടിൽ കാറിനും ബസ്സിനൊക്കെ പോകാൻ അവകാശമുള്ളത് പോലെ തന്നെ ജാഥക്കും ഫ്ലക്സിനൊക്കെ അവകാശം നേടിത്തരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ട്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. ഒന്നുകിൽ നിയമം പാർട്ടിയുടെ വഴിക്ക് വരട്ടെ, അതല്ലെങ്കിൽ പാർട്ടി പറയുന്ന നിയമം നടപ്പിലാകണ ഒരു നാടുണ്ടാവട്ടെ. ഇത് രണ്ടും നടക്കുന്ന കാലത്തിനായിട്ട് സഖാക്കൾ പ്രവർത്തിക്കട്ടെ.